ഹായ് ഗായ്സ്, വെറും ഒരാഴ്ച കൊണ്ട് എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ഒരു റെമഡി ഉപയോഗിച്ച് നിങ്ങൾ കുളിച്ച് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായും നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല മുടി നല്ല രീതിക്ക് അടർത്തിയായിട്ട് കറുകറുപ്പോട് കൂടി നല്ല പട്ട് പോലെ ഷൈനിങ് ആയിട്ട് വളർന്നതായിട്ട് നിങ്ങൾക്ക് കൺകുളിർക്ക് കാണാൻ പറ്റും കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സിറം അല്ലെങ്കിൽ ഈ ഒരു ജെല്ല് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിക്കാനും പ്രത്യേക ഒരു രീതി ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേയില പൗഡറാണ് കേട്ടോ. ബ്ലാക്ക് ടീ പൗഡർ ഇല്ലേ, നമ്മുടെ ചായപ്പൊടി, അതാണ് വേണ്ടത്. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടുള്ള ചായപ്പൊടി തന്നെ എടുക്കാനായിട്ട് നോക്കുക. എൻ്റെ കയ്യിൽ ഗ്രീൻ ടീ ലീഫിൻ്റെ ആ ഒരു പീസസ് പെട്ടത് കൊണ്ടാണ് എൻ്റെ ഒരു ഗ്രീൻ ലീഫിൻ്റെ ആ ഒരു പീസസ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടുള്ള ചായപ്പൊടി എടുക്കുക. അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ഗ്ലാസ് വെള്ളം കൂടി അതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു തേയില പൗഡർ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉപയോഗിച്ചവർക്ക് അറിയാം അത് എത്രമാത്രം നമുക്ക് റിസൾട്ട് തരുന്ന ഒരാളാണ് എന്നുള്ളത്. നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചായപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള വെള്ളം നമുക്ക് മുടി കഴുകാനായിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചായപ്പൊടിൻ്റെ കൂട്ടത്തിൽ നിന്ന് വേറൊരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ജെല്ല് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇതിന്റെ റിസൾട്ട് എത്രമാത്രം സൂപ്പർ ആയിട്ടാണ് നമ്മുടെ മുടിയിലേക്ക് നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ആരെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ആ ഒരു അനുഭവം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ചായപ്പൊടി ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ മുടി നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് നമുക്ക് അന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ പിറ്റേന്ന് കിട്ടും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക കേട്ടോ. പിന്നെ നമുക്ക് ഈ ചായപ്പൊടി ഇട്ട് ഉപയോഗിച്ച വെള്ളം എന്നും ഉപയോഗിക്കാനും പറ്റില്ല. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാം. പിന്നീട് നമുക്കത് ആഴ്ചയിൽ ഒരു റൊട്ടീൻ പോലെ 2 അല്ലെങ്കിൽ 3 തവണ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന സമയത്ത് ചായപ്പൊടി വെള്ളത്തിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ കരിഞ്ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു റെമഡി ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന മെത്തേഡിൽ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് അവസാനം നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കരിഞ്ജീരകം നമുക്ക് ചതച്ച് വേണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് നമുക്ക് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് ഓക്കെ, തിളപ്പിച്ച് തണുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി കാണാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നീട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ കടുപ്പൊക്കെ ഇറങ്ങിയ ശേഷം നമുക്കതങ്ങ് അരിച്ചു മാറ്റി തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി നല്ല രീതിക്ക് സോഫ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ മുടിയിൽ ജട പിടിക്കത്തില്ല. അതിങ്ങനെ ചിക്ക് വരുമ്പോഴാണ് നമുക്ക് മുടി നമ്മൾ കോമ്പ് ചെയ്യുന്ന സമയത്ത് ചീകുന്ന സമയത്ത് ഒത്തിരി മുടി നമുക്ക് കൊഴിഞ്ഞു പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ജട ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ മുടി ഒഴുകി കിടക്കുന്ന ഫീലാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ജട ഇല്ലെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ അവിടെ തീർന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടും ആ ഒരു ഫീലാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ തേയിലപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുടി നല്ല രീതിക്ക് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് കിട്ടുമല്ലോ കേട്ടോ. നല്ല രീതിക്ക് നല്ല സോഫ്റ്റായിട്ട് കിടക്കും. അതൊരു 2-3 ദിവസം തന്നെ ആ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് ചെയ്യണം. പക്ഷെ നമുക്കിത് ഡെയിലി ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഞാനിതാ തണുത്ത് മാറ്റി വേറൊരു ബൗളിനകത്തേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ്. ഫ്ലാക്സീഡ് ജെല്ല് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലാക്സീഡ് ജെല്ലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടിക്വേഷനിനകത്തേക്ക് നമ്മൾ ഫ്ലാക്സീഡ് ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മുടിക്ക് എത്രയാണോ ടിക്വേഷൻ വേണ്ടത്, ഈ ഒരു തേയിലയുടെ ടിക്വേഷൻ വേണ്ടത്, അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ടിക്വേഷൻ്റെ ആ വേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ വീണ്ടും തിളപ്പിച്ചിട്ട് ആ ഒരു ടിക്വേഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. 1 മന്ത് വരെയൊക്കെ നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ ജെല്ലി ഇരിക്കുന്നുണ്ട്, ഫ്രിഡ്ജിനകത്ത് ജെല്ലി ഇരിക്കും. അതുപോലെ തന്നെ ടിക്കേഷൻ ആണെങ്കിൽ നമുക്കിതൊരു 1 വീക്ക് വരെ ടിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് ആവശ്യാനുസരണം മാത്രം നമുക്കിതങ്ങ് എടുത്തിട്ട് നമ്മുടെ മുടിയിലേക്ക് വേണ്ടത് മാത്രം എടുത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്യണം. പിന്നെ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു അല്പം നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾ ഷാമ്പു ഇടുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ഇത് ഉപയോഗിക്കരുത്. ആദ്യം ഷാമ്പു ഉപയോഗിച്ച് തല നന്നായിട്ട് കഴുകി കൊണ്ടുവരാം. എന്നതിന് ശേഷം വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും നമ്മളിത് ഉപയോഗിച്ചിട്ട് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാൻ പാടില്ല. അത് അവസാനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ഒരു റെമഡി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ തേയിലവെള്ളം നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന സമയത്തോ ഒരിക്കലും നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കരുത്. ഷാമ്പു ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ആദ്യം ഷാമ്പു ഉപയോഗിച്ച് തല കഴുകി വരാം. എന്നതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റോളം
തലയിൽ വെച്ചതിന് ശേഷം കഴുകി വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഒരു കൂട്ട് മാക്സിമം 20-25 മിനിറ്റെങ്കിലും തലയിൽ വെക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിത് തലയിൽ അപ്ലൈ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് ഉപയോഗിക്കാം. ഞാനിവിടെ സാധാരണ പച്ചക്കറി മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ പിക്കപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ അത് അങ്ങോട്ട് ഉപയോഗിച്ച് കെട്ടി വെക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പോയി കുളിച്ച് വരിക ചെയ്യുന്നത്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് കഴുകിയേച്ച് വരും. ഒരിക്കലും ഷാമ്പൂ ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾ ഈ രീതിക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് മുടി നല്ല രീതിക്ക് വളർന്നു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല കട്ട കറുപ്പായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് പട്ട് പോലെ ഷൈനിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ മുടി വളർന്നു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്തു നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ചെയ്തിടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.